ഓം ഗുരുഭ്യോ നമ. ഏകദന്തം മഹാകായം സപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ലാലിമായ. 2019 മേടരവി വിഷു സംക്രമം സർവ്വചരാചരങ്ങളിലും സർവ്വജീവജാലങ്ങളിലും പ്രകടമായ മാറ്റം വരുത്തുന്നുണ്ട്. ഉദ്യോഗപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും എന്തൊക്കെ രീതിയിലാണ് അവർക്ക് അനുകൂലമായും പ്രതികൂലമായും ഏതൊക്കെ രീതിയിൽ അവരെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. തുലാം രാശിയിലും വൃശ്ചിക രാശിയിലും ഉൾപ്പെട്ടിട്ടുള്ള വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം മേടരവി വിഷു സംക്രമം ഉത്തമമാണ്. അധികാരപ്രാപ്തി, കീർത്തി, സുഖം, സന്തോഷം, ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, ഉദ്യോഗപരമായിട്ടുള്ള ഉയർച്ചകൾ, കുടുംബപരമായിട്ടുള്ള മാനസിക സന്തോഷങ്ങൾ, ഉല്ലാസയാത്രകൾ, പുതിയ പുതിയ വസ്തുക്കളുടെ ലാഭങ്ങൾ, അതായത് ആഭരണാദി വസ്ത്രാദി ലാഭങ്ങൾ, വാഹനാദി ഗൃഹാദി ലാഭങ്ങളും സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്ഥിതി, ഭാഗ്യസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതി കുറച്ചൊക്കെ ദൈവാധീനം കുറയ്ക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് 7-2 ശനിയാണ്, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. എന്നിരുന്നാലും അത് അനുകൂലമാണ്. ശനിയുടെ അവസ്ഥ കുറച്ച് മാറി നിൽക്കുന്നൊരു കാലഘട്ടമാണ്. വ്യാഴം 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അഷ്ടമത്തിൽ രാഹു, അതും ഗുണകരമാണ്. ഉദ്യോഗപരമായിട്ട് പ്രമോഷനുകളോ ഉദ്യോഗലബ്ധിക്കോ ഉദ്യോഗപരമായിട്ട് ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമാണ്. ബിസിനസ് പരമായിട്ട് കൂടുതൽ ധനം മുടക്കി ബിസിനസ് മേഖല പുഷ്ടിപ്പെടുത്തണമെന്നുള്ളവർക്ക് അതിനനുയോജ്യമായ സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഈ വർഷത്തിൽ അവർക്ക് സംജാതമാകുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് അവർ ചിന്തിക്കുന്ന രീതിയിലുള്ള പുരോഗതിക്കും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉദ്യോഗപരമായിട്ട് ഇൻ്റർവ്യൂകളോ അതിനെ സംബന്ധിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഉദ്യോഗലബ്ധി, ഉദ്യോഗപരമായിട്ട് മറ്റുള്ള വിഷയങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അനുയോജ്യമായൊരു കാലഘട്ടമാണ്. വിവാഹം സംബന്ധിച്ച് മുന്നോട്ട് പോകുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ച് തുലാം രാശിക്കാർക്ക് ഈ വർഷം ഏറ്റവും അനുയോജ്യമായ സമയമാണ്. കുടുംബപരമായിട്ട് വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷത്തിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ, ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങൽ, അല്ലെങ്കിൽ ഗൃഹം മോടി പിടിപ്പിക്കൽ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുടുംബപരമായിട്ട് സന്താനങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ മേടരവി വിഷു സംക്രമം. 7-2 ശനി നിൽക്കുന്ന കാലഘട്ടങ്ങൾ കൂടിയായതിനാലും ദൈവാധീനം കൂട്ടി പരിഹാരാദികൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം ഏറ്റവും അനുയോജ്യമായൊരു കാലഘട്ടമാണ്. കുടുംബപര ദേവതാപ്രീതി, സർപ്പപ്രീതി, ശിവക്ഷേത്രത്തിൽ ശിവപ്രീതികരങ്ങളായ പൂജാതി കാര്യങ്ങൾ, ഗണപതി ക്ഷേത്രത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടാനായിട്ട് കർഗമാല, പിതൃപ്രീതി എന്നിവ നടത്തി കൂടുതൽ ദൈവാധീനം കൂട്ടുകയാണെങ്കിൽ ഈ വർഷം ഏറ്റവും അനുയോജ്യകരമാണ്.